നെഹ്റു ട്രോഫിയിൽ ഇത്തവണ ആരെ മുത്തമിടുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നു. 11 മണിക്ക് ഹീറ്റ്സ് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി 75 കളിവള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. എസ് വിജയകുമാർ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അതുപോലെ തന്നെ നടുഭാഗം ചുണ്ടനൊപ്പം മനീഷ് മഹിബാൽ ഉണ്ടാകും. നിരണം ചുണ്ടനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം ഉണ്ടാകും. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമ്മളോടൊപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനെത്തും. അതുപോലെ ഷഫീദ് റാവുത്തറും അരുൺ രാജുമൊക്കെ 24ന്റെ ടീം ഈ ആവേശ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സർവ്വസജ്ജമായി നിൽക്കുകയാണ്. ആദ്യം എസ് വിജയകുമാറിലേക്കാണ്. വിജയകുമാർ, വലിയ ആവേശം, മാസങ്ങളോളം നീണ്ട തയ്യാറെടുപ്പ്, അതിനൊക്കെ ഒടുവിൽ ഒരു അഭിമാന പോരാട്ടത്തിനായി ക്ലബ്ബുകൾ ഇറങ്ങാൻ പോകുന്നു. എന്താണ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ, കാഴ്ചകൾ വിജയകുമാർ? റിജിത്ത്, ഫിനിഷിംഗ് പോയിന്റിൽ ഇനിയിപ്പോൾ നടക്കാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ നെഹ്റു ട്രോഫിക്ക് ഔദ്യോഗിക തുടക്കമാകുന്നതിന് മുമ്പ് തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും. നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതാണ്. ചെറുവള്ളങ്ങൾ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കും ഒക്കെ അവരുടെ പരിശീലന തുഴച്ചിൽ നടത്തുകയാണ്. 11 മണിക്ക് അവരുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായുള്ള പരിശീലനം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം, ഗോതുരുത്ത് ചെറുവള്ളമാണ് ഇപ്പോൾ ഇതിലെ അങ്ങോട്ട് പാസ് ചെയ്തു പോയത്. അങ്ങനെ ചെറുവള്ളങ്ങളുടെ മത്സരത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ട്രാക്കൊക്കെ ഇതിനോടകം ഇതിൻ്റെ ഔദ്യോഗികമായി ഇതിൻ്റെ ബോട്ട്സ് ക്ലബ് ഭാരവാഹികൾ പരിശോധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിലയിരുത്തിയതാണ്. ട്രാക്കൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ മത്സരം തുടങ്ങേണ്ട സമയമുള്ളൂ. പക്ഷേ റീജിയത്ത് നമ്മൾ കാത്തിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തൊട്ടാണ്. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. എണ്ണം കൂടുതലാണ്, വള്ളങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും ഹിറ്റ്സ് മത്സരങ്ങളിൽ നടക്കുക എന്നതിൽ തർക്കം വേണ്ട. കടുത്ത പോരാട്ടമായിരിക്കും. ആർക്കും കപ്പ് നേടാവുന്ന തരത്തിൽ ഏതാണ്ട് 40-45 ദിവസം കഠിന പരിശീലനത്തിനുള്ള സമയമൊക്കെ ഇത്തവണ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നടക്കുന്നത്. പക്ഷേ നെഹ്റു ട്രോഫി ഇത്തവണ ഓഗസ്റ്റ് 30ലേക്ക് മാറ്റുന്നു. ഓണക്കാലത്താണ്. ഓണത്തിൻ്റെ മുഴുവൻ ആവേശവും ഓളപ്പരപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ജനക്കൂട്ടം ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഗാലറികളിലും ഒക്കെ ആളുകൾ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. അവരുടെ ക്ലബിനെ പിന്തുണയ്ക്കാനും അവരുടെ ക്ലബിന് ആവേശം പകരാനും ഒക്കെയായി ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ മാത്രമാണ് രസം കൊല്ലിയായി വരുന്നത്. പക്ഷെ അപ്പോഴും വള്ളംകളിക്കും കുട്ടനാടിനും ഈ മഴ എന്നതൊരു പ്രശ്നമേ അല്ല. കാരണം അവർ സ്ഥിരമായി ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളോടൊക്കെ പടപൊരുതി അതിനെയൊക്കെ തോൽപ്പിച്ച് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് കുട്ടനാട്ടുകാർ. അതുകൊണ്ട് അവർക്ക് ചെറിയ മഴയോ അല്ലെങ്കിൽ പേമാരിയോ ഒന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് അതിനൊക്കെ അവഗണിച്ച് വലിയ ആവേശത്തോടെ ഈ ക്ലബ്ബുകളെ പിന്തുണയ്ക്കാൻ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടത്. ഓളപ്പരപ്പിൽ വലിയ അത്ഭുതങ്ങൾ തീർക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ, പേരും പെരുമയുമുള്ള ചുണ്ടൻ വള്ളങ്ങൾ, കേൾക്കുമ്പോൾ തന്നെ പുളകം കൊള്ളുന്ന പോരാട്ട വീര്യമുള്ള ചുണ്ടൻ വള്ളങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി. അതിൻ്റെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തൊട്ടു തന്നെ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ആവേശം ഒട്ടും ചോരാതെ മുഴുവൻ അതിൻ്റെ ആവേശവും പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന് വേണ്ടുന്ന മുഴുവൻ ക്രമീകരണങ്ങളും നമ്മളും ഒരുക്കിയിട്ടുണ്ട്. എന്താണ്, മേഘപാളികൾക്കിടയിലൂടെ നമ്മുടെ ഓമന ക്യാമറ പുറത്തേക്ക് ഇറങ്ങി വന്ന് നമുക്ക് നല്ല ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ വേഗത്തിനൊപ്പം ആ ക്യാമറയും അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കാഴ്ചയുടെ ആവേശത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒക്കെ അത്ഭുതങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. 2 മണിക്ക് ഹീറ്റ്സ് മത്സരം തുടങ്ങും. അതിനു മുമ്പ് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ തുടങ്ങാൻ തയ്യാറെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. റീജിത്ത്. ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് രാവിലെ നടക്കാൻ പോകുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ചെറുവള്ളങ്ങളുടെ ഫൈനലും. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ 4 മണിയോടുകൂടി ഉണ്ടാകും, വൈകിട്ടോടുകൂടി ഉണ്ടാകും. 3 മണി 4 മണിയോടുകൂടി ഉണ്ടാകും. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മികച്ച സമയം കുറിക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനലിൽ പോരാടുക. ആരാണ് ഇത്തവണത്തെ വിജയി എന്നുള്ളതറിയാനുള്ള കാത്തിരിപ്പിലാണ്, ആവേശത്തോടു കൂടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എസ് വിജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.